നമസ്കാരം. ഇന്ത്യ vs സൗത്ത് ആഫ്രിക്ക രണ്ടാം ഏകദിനം. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് ഈ സീരീസിലേക്ക് തിരിച്ചു വരാനുള്ള അവസാനത്തെ അവസരമാണിത്. രണ്ടാമത്തെ ഏകദിനം ജയിച്ചാലേ അവർക്ക് ഈ സീരീസിൽ തുല്യമായിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ച് ഈ മാച്ച് ജയിച്ച് ഈ സീരീസ് സീൽ ചെയ്യാനുള്ള അവസരം. ഇതാണ് രണ്ടാം ഏകദിനം. ഈ മാച്ച് നടക്കുന്നത് ഷഹീദ് വീർ നാരായൺ സിംഗ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ്, രായ്പൂരിൽ. സോ ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ആകെ ഒരു ഓടിയ മത്സരം ഇതിനു മുമ്പ് നടന്നിട്ടുള്ളൂ. ഇന്ത്യ vs ന്യൂസിലാൻഡ് മത്സരമാണ്. ന്യൂസിലാൻഡ് ഫസ്റ്റ് ബാറ്റ് ചെയ്ത് 108 റൺസ് അടിക്കാനേ ന്യൂസിലാൻഡ് സാധിച്ചുള്ളൂ. ഓൾ ഔട്ടായി. ഇന്ത്യ 111 റൺസ് അടിച്ച് 2 വിക്കറ്റ് നഷ്ടത്തിലടിച്ച് ആ ഒരു ഓടിയ മാച്ചിൽ ജയിക്കുകയും ചെയ്തു. ഇവിടെ T20 മാച്ച് ഒരെണ്ണേ നടന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ 6 IPL മാച്ചസ് നടന്നിട്ടുണ്ട്. ഇതിലെല്ലാം ഒരു കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ വലിയ സ്കോറുകളൊന്നും സ്കോർ ചെയ്തിട്ടില്ല. T20യിൽ ഒരു ആവറേജ് സ്കോർ നോക്കുകയാണെങ്കിൽ, ഹയസ്റ്റ് സ്കോർ നോക്കുകയാണെങ്കിൽ പോലും 174 ആണ്. ഒരു ആവറേജ് സ്കോർ 164 ആണ്. സോ ഇതൊരു വലിയ ഹൈ സ്കോറിംഗ് വെന്യൂ അല്ല എന്നുള്ളതാണ് ഈ ഗ്രൗണ്ടിനെ സംബന്ധിച്ച ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഇതിന്റെ ബൗണ്ടറീസ് 65 to 80 മീറ്റേഴ്സ് ലോങ് ആണ്. സോ താരതമ്യേന ദൂരം കൂടിയ ബൗണ്ടറി ലൈൻസ് ആണ്. സോ ഇതൊരു വെരി ഹൈ സ്കോറിംഗ് മാച്ച് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ കുറവാണെന്ന് പറയുമ്പോഴും നമുക്ക് ഈ ഒരു ഗ്രൗണ്ടിൽ അധികം ഡൊമസ്റ്റിക് മാച്ചസോ അല്ലെങ്കിൽ അധികം മാച്ചസോ നടന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതുവരെയുള്ള മാച്ചിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പാരിറ്റീവ്ലി ലോ സ്കോറിംഗ് മാച്ചായിട്ട് ഇത് മാറാനാണ് സാധ്യത കൂടുതൽ. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പ്ലേയിങ് ഇലവൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ അതേ പ്ലേയിങ് ഇലവൻ തന്നെ വെച്ച് പോകാനാണ് സാധ്യത കൂടുതൽ. കഴിഞ്ഞ മാച്ചിൽ ഏതാണോ പ്ലേയിങ് ഇലവൻ അത് തന്നെയായിരിക്കും ഇന്ത്യ കണ്ടിന്യൂ ചെയ്യുന്നത്. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. കാരണം അവരുടെ ഒരു ക്യാപ്റ്റൻ ബാവുമ അവരുടെ ടീമിലേക്ക് തിരിച്ചു വരും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. ആവശ്യമില്ലാത്ത റെസ്റ്റ് ചെയ്തിരുന്ന രണ്ടുപേരാണ് ബാവുമയും കേശവ് മഹാരാജും. സോ കേശവ് മഹാരാജും ഇവരുടെ ടീമിലേക്ക് തിരിച്ചു വരും. അതുപോലെ തന്നെ മിക്കവാറും ലുങ്കി എങ്കിടി കളിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സോ ഇവർ മൂന്നുപേരും ടീമിനുള്ളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിക്കിൾട്ടൺ ആയിരിക്കും പുറത്തേക്ക് പോകുന്നത്. കേശവ് മഹാരാജ് വരുവാണെന്നുണ്ടെങ്കിൽ സുബ്രൻ ടീമിന് പുറത്തേക്ക് പോകും. സോ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ സ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് വിരാട് കോഹ്ലി, KL രാഹുൽ, രവീന്ദ്ര ജഡേജ ഇവർ മൂന്നുപേരുടെ പെർഫോമൻസ് ബാറ്റിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളൊരു പിച്ചാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ടോസിൻ്റെ ഭാഗ്യം തീരെ ഇല്ല ഈടായിട്ട്. അതുകൊണ്ട് തന്നെ ടോസ് നിർണായകമായിട്ടുള്ളൊരു ഗ്രൗണ്ടാണിത്. ഡ്യൂ ഫാക്ടർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ടോസ് കിട്ടാൻ സാധ്യത കൂടുതലാണല്ലോ. അവർക്ക് ഇത് ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, റീസെൻറ്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ബാറ്റിങ്ങിൽ അവിടെ നങ്കൂരം ഉറപ്പിച്ച് ഒരു 270 to 300 എങ്കിലും സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ. അതിന് മേളിൽ സ്കോർ വരും. ഞാൻ വീണ്ടും പറയുന്നത് അതിന് മേളിൽ സ്കോർ വരുമോ എന്ന് അറിയില്ല. ഇതുവരെ ഉള്ളൊരു എക്സ്പീരിയൻസ് ഇവിടെ നടന്ന മത്സരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്രയൊക്കെ സ്കോർ പോകാനായിട്ടുള്ള സാധ്യതയുള്ളൂ. സോ വിരാട് കോഹ്ലി, KL രാഹുൽ ആൻഡ് രവീന്ദ്ര ജഡേജയുടെ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ച്. ബോളിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏർലി വിക്കറ്റ്സ് വീഴാനുണ്ടല്ലോ. ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ ഏർലി വിക്കറ്റ്, അതായത് 10 ഓവറിനുള്ളിൽ ഏർലി വിക്കറ്റ് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സിൽ സ്പിന്നേഴ്സിന് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ കുൽദീപ് യാദവ്, ഹർഷ്ദീപ് സിംഗ് ആൻഡ് ഹർഷിത് റാണ ഇവർ മൂന്നുപേരും ഇന്ത്യയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും ബോളിങ്ങിൽ. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന, സ്ലോലി ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ട് കണ്ടീഷൻസ് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ബാവുമ ആൻഡ് ബ്രിസ്കിയാണ്. ബ്രിസ്കി കഴിഞ്ഞ മാച്ചിലെ ഒരു പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇംപ്രസീവ് ആയിരുന്നു. അതായത് എല്ലാവരും ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത് കളിച്ചപ്പോഴും വളരെ സെൻസിബിളായിട്ട് ബാറ്റ് ചെയ്ത ഒരാളാണ് ബ്രിസ്കി. ഇതുവരെ ഉള്ളൊരു ബ്രിസ്കിയുടെ ഇന്നിങ്സുകൾ നോക്കിക്കഴിഞ്ഞാലും ഒരു മികച്ച ഒരു ടെമ്പറമെൻ്റ് ഉള്ളൊരു പ്ലെയറായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാവുമ, ബ്രിസ്കി ആൻഡ് മാർക്രം ഓൾസോ. കാരണം കഴിഞ്ഞ മാച്ചിൽ മാർക്കത്തിൻ്റെ വളരെ നിരുത്തരവാദപരമായിട്ടുള്ളൊരു ബാറ്റിംഗ് ആയിരുന്നു. അങ്ങനെ അടിച്ച് ഔട്ടാവേണ്ട ഒരാവശ്യമില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ മാച്ചിൽ മാർക്രം ആ ഒരു ഉത്തരവാദിത്തം കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും സീനിയേഴ്സ് എന്നുള്ള രീതിയിൽ ഇവർക്ക് രണ്ടുപേർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ബ്രിസ്കിയും അവരുടെ ബാറ്റിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്തേ പറ്റൂ ഇങ്ങനെ ഒരു പിച്ചിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ. ഇനി ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നൻഡ്രെ ബർഗർ തീർച്ചയായിട്ടും ലെഫ്റ്റ് ഹാൻഡ് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് അവർക്കുണ്ടാവും. അതുപോലെ തന്നെ എങ്കിടി എക്സ്പീരിയൻസ് ടീമിലേക്ക് കൊണ്ടുവരും. കേശവ് മഹാരാജ് വിൽ ബി എക്സ് ഫാക്ടർ, അത് ഉറപ്പാണ്. കാരണം മിഡിൽ ഓവേഴ്സിൽ സ്പിന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് ഡെറൈവ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കേശവ് മഹാരാജ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവരുടെ കയ്യിൽ സ്കോഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും കേശവ് മഹാരാജ് മാത്രമേ ഉള്ളൂ. സുബ്രൻ അത്ര ഇംപ്രസീവ് ആയിരുന്നില്ല ബോളിങ്ങിൽ കഴിഞ്ഞ മാച്ചിൽ. സോ ടോസ് കിട്ടുന്ന ആരാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ബോൾ ചെയ്യത്തേ ഉള്ളൂ. ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീം 10 ഓവർ വളരെ ശ്രദ്ധിച്ച് കളിക്കേണ്ട ആവശ്യമുണ്ട്. സെക്കൻഡ് ബാറ്റ് ചെയ്താലും ശരി 10 ഓവർ പേസ് ബോളേഴ്സിന് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്, ലാറ്ററൽ മൂവ്മെൻറ്റ്സ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സിൽ സ്പിന്നേഴ്സിന് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മാച്ചിലേക്ക് വരുമ്പോൾ. ഇന്ത്യയെ സംബന്ധിച്ച് അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇന്ത്യക്ക് നല്ല രീതിയിൽ ഹർഷിത് റാണയൊക്കെ നല്ല രീതിയിൽ ഫോമിൽ എറിയുന്നുണ്ട് പേസ് ബോളേഴ്സ്. സ്പിന്നേഴ്സിൻ്റെ സ്ട്രെങ്ത് ഇന്ത്യക്ക് കൂടുതലാണ്. ജഡേജ, കുൽദീപ് യാദവ് ആൻഡ് വാഷിംഗ്ടൺ സുന്ദർ 3 സ്പിന്നേഴ്സ് ഉണ്ട്. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് ആകെ ഉള്ള ഒരു സ്പിന്നറാണ് കേശവ് മഹാരാജ്. അതിൻ്റെ കൂട്ടത്തിൽ
ബോക്സിൽ മാർക്രം ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓവർ വന്നല്ല, അല്ലെങ്കിൽ 3-4 ഓവർ എറിയാന്നുള്ളതല്ലാതെ ഒരു മെയിൻ സ്പിന്നർ അല്ല. സോ ആ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഇന്ത്യക്കുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ശക്തമായിട്ടുള്ള കോമ്പറ്റീഷനാണ് സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞ മാച്ചിൽ തന്നത്. അവരുടെ ടോപ്പ് ഓർഡർ തകർന്നടിഞ്ഞിട്ടും അവർക്കൊരു 350 അടുപ്പിച്ചുള്ളൊരു സ്കോറിലേക്ക് അടിച്ചെത്താനായിട്ട് അവർക്ക് സാധിച്ചു. വെറും 17 റൺസിനാണ് അവർ പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ടോപ്പ് ഓർഡറിലും കൂടെ ഫോമിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ബാവുമ ടീമിലേക്ക് വരുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ടോപ്പ് ഓർഡറും കൂടെ ഫോമിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്ക നല്ല രീതിയിൽ ഇന്ത്യക്ക് ചലഞ്ച് തരാനായിട്ട് സാധിക്കും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മാച്ചിൽ സൗത്ത് ആഫ്രിക്ക ശക്തമായിട്ട് തിരിച്ചു വരണം, ഇന്ത്യക്ക് നല്ല രീതിയിൽ ചലഞ്ച് കൊടുക്കണം. 1-1 സീരീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മാച്ചിലേക്കും ആ ഒരു ത്രില്ല് പോവും. ആസ് എ സൗത്ത് ആഫ്രിക്ക ഫാൻ തീർച്ചയായിട്ടും എനിക്ക് ആ ഒരു കോമ്പറ്റീഷൻ സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്തു നിന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു ഗ്രൗണ്ടിൽ ഇപ്പോൾ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്താണ്. പ്രത്യേകിച്ചും വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ ബ്ലിസ്റ്ററിംഗ് ഫോമിലാണുള്ളത്. അതുപോലെ തന്നെ 3 സ്പിന്നേഴ്സ് ഈ ഗ്രൗണ്ടിൽ തീർച്ചയായിട്ടും വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കും. പോരാത്തതിന് നമ്മൾ ഇൻഎക്സ്പീരിയൻസ്ഡ് എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളേഴ്സ് നല്ല രീതിയിൽ കഴിഞ്ഞ മാച്ചിൽ എറിഞ്ഞു. പ്രത്യേകിച്ചും അർഷ്ദീപ് സിംഗിന് ഇനിഷ്യൽ ഓവേഴ്സിലും അതുപോലെ തന്നെ ലാസ്റ്റ് ഓവേഴ്സിലും, അതായത് ഡെത്ത് ഓവേഴ്സിൽ നല്ല രീതിയിൽ എറിയാനായിട്ട് പറ്റുന്നുണ്ട്. ഹർഷിത് റാണ ഇനിഷ്യൽ ഓവേഴ്സ് നല്ല രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം എറിഞ്ഞിരുന്നു. സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ സ്ലൈറ്റ് എഡ്ജ് തീർച്ചയായിട്ടും ഇന്ത്യക്ക് തന്നെയാണ് ഈ ഒരു മാച്ചിലേക്ക് പോകുമ്പോൾ, കണ്ടീഷനും കൂടെ നോക്കും. പക്ഷേ സൗത്ത് ആഫ്രിക്കയെ കുറച്ച് കാണാനായിട്ട് പറ്റില്ല. കാരണം അവർ യങ് പ്ലേയേഴ്സ് സഹിതം നല്ല ടെമ്പറമെൻ്റുള്ള പ്ലേയേഴ്സാണ്. ഒരേ ഒരു കാര്യം എനിക്കൊരു എതിരഭിപ്രായമുള്ളൂ, കഴിഞ്ഞ മാച്ചിൽ അവർ അടിച്ച് ഈ സ്കോറിലേക്ക് എത്തിയെന്നുണ്ടെങ്കിലും ഒരവസരം ഉണ്ടായിരുന്നു. അതായത് യാൻസനും ബ്രീസ്കിയും ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏകദേശം ഒരു റണ്ണേ ബോളിന് താഴെ എത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ കയ്യിലേക്ക് കളി എത്തിയൊരു സമയം ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് സെൻസിബിളായിട്ട് ബാറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 8 ഓവേഴ്സിലേക്ക് കളി അവർ എടുത്തുകൊണ്ട് പോയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്കയെ കഴിഞ്ഞ പ്രാവശ്യം മാച്ച് ജയിക്കുകയായിരുന്നു. പക്ഷേ അവർ ആ ഒരു ഹിറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു സ്കോർ എത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും വൺസ് അവിടെ ആ ഒരു സ്റ്റേജിൽ അവരുടെ കയ്യിലേക്ക് കളി എത്തിയതിന് ശേഷം അവർ കുറച്ച് സെൻസിബിൾ ആയിരുന്നുണ്ടെങ്കിൽ കളി ഈസിയായിട്ട് അവർക്ക് ജയിക്കാമായിരുന്നു. കുറച്ച് ഓവർ അഗ്രസീവ് ആയിരുന്നു. അവർ ആ അഗ്രസീവ്നെസ് അങ്ങനെ തുടർന്നുകൊണ്ടേ പോയി. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ ഒരു മിഡിൽ ഓർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രവിസ് ആയാലും ശരി, യാൻസൺ ആണെങ്കിലും ശരി, ബോഷ് കുറച്ചും കൂടെ സെൻസിബിളായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ. പക്ഷേ ബ്രവിസും യാൻസനും ഫുൾ അറ്റാക്കിംഗ് മോഡാണ്. ബ്രവിസ് T20 കളിക്കുന്ന ഒരു സ്റ്റൈലിലാണ് ODI കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അവർക്കൊരു വീക്ക്നെസ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ ടെമ്പറമെൻ്റായിട്ട് നിന്ന് കളിക്കാനായിട്ട് അവർക്കുള്ള പ്ലേയേഴ്സ് ടോപ്പ് ഓർഡറിലാണുള്ളത്. പിന്നെ ബ്രീസ്കി തീർച്ചയായിട്ടും ഒരു ചലഞ്ച് തന്നെ ആയിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പിച്ചുകളിൽ. സോ ഇതാണ് രണ്ടാം ഏകദിനത്തെ പറ്റിയിട്ടുള്ളൊരു പ്രിവ്യൂ. സൗത്ത് ആഫ്രിക്ക ശക്തമായിട്ട് തിരിച്ചു വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ലൊരു മാച്ച് കാണണമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഈ മാച്ച് സൗത്ത് ആഫ്രിക്ക ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ സീരീസ് 1-1 ആവുകയും ലാസ്റ്റ് മാച്ചിലേക്ക് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് കാണാനായിട്ടൊരു അവസരം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏത് ടീമിനാണ് ജയിക്കാൻ സാധ്യത ഇന്ത്യക്ക് തന്നെയാണെന്ന് ഞാൻ എടുത്തു പറയുന്നു. എഡ്ജ് ഉള്ളത് ഇന്ത്യക്ക് തന്നെയാണ്. പക്ഷേ സൗത്ത് ആഫ്രിക്ക ശക്തരാണ്. അവർ ശക്തമായിട്ട് ഇന്ത്യക്ക് ചലഞ്ച് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ.